ഒരു സബ്ജക്റ്റ് ഞാൻ വായിക്കുന്നുണ്ട്, ഒന്ന് കേട്ടിങ്ങനെ വായിക്കണ്ട. ഇന്നിപ്പോൾ നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഈ മഴയുള്ള ദിവസങ്ങളിൽ പിന്നെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ, യാദൃശ്ചികമാണ് മഴ പെയ്ത്, ഞാൻ മിനിയാന്ന് ബുക്ക് ചെയ്ത ആളാണ്. ഈ വെള്ളം പെട്ടെന്ന് കയറുന്ന സ്ഥലങ്ങളിൽ ഇത്തരം ഡോക്കുകൾ വളരെ ചുരുങ്ങിയ ചെലവിൽ ഈ മാലിന്യം വെച്ച് ചെയ്യാമെന്ന് വസ്തുനിഷ്ഠമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം അത് നമ്മൾ പഞ്ചായത്തിൽ കൊടുത്ത ഒരാഴ്ച മുന്നേ കൊടുത്ത മറുപടി റിപ്പോർട്ടിൽ തന്നെ നമ്മുടെ ഈ കുട്ടനാട് ഭാഗങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇന്ന് ഈ അവസരത്തിൽ പറയണതല്ല. ഈ കുട്ടനാട് ഭാഗങ്ങളിലുള്ള ആളുകൾ 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലും എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വെള്ളം വറ്റി കഴിഞ്ഞാൽ നേരെ കരയിൽ പോയിരിക്കും. ചുരുങ്ങിയ ചെലവിൽ ചെയ്യാം, അടിയിൽ പെനിട്രേഷൻ വരില്ല. സ്റ്റീൽ ഇതല്ലാത്തത് കാരണം, സ്ട്രക്ചർ സ്റ്റീൽ അല്ല അടിയിൽ ഭാഗത്തിന് കാണിച്ചാൽ അത് പോണ്ടലൈനർ ആണ്. അതുകൊണ്ട് ആ മെറ്റീരിയൽ കേടുവരില്ല, വാട്ടർ പെനിട്രേഷൻ ഉണ്ടാവില്ല. ഈ മെറ്റീരിയലിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കാറ്റഗറി പൊല്യൂഷനിൽ പെടുന്ന സാധനമാണ്. അതുമാത്രമല്ല, വെള്ളത്തിൽ യാദൃശികമായിട്ട് വീണാൽ തന്നെ 2 വർഷം പിടിക്കും അത് പെനിട്രേറ്റ് ആവാൻ. അപ്പൊ നമുക്കിത് മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, അതാ ഞാൻ ഇതിൽ വായിക്കാൻ പോകുന്നത്. അതിൽ ഉൾക്കൊള്ളുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. അതിലിപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചെങ്കിൽ, പഞ്ചായത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതൊരു മാലിന്യമാണെന്നുള്ളത്. അത് മാലിന്യം അല്ല എന്ന് പറയുന്നതിന് ഞാനിപ്പോ ഈ പറയുന്ന മേലെ തന്നെ അതിന്റെ ഒരു വിശദീകരണമാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. കാരണം ഞാനൊരു പത്രസമ്മേളനം തുടർച്ചയായിട്ട് നടത്തിയിട്ടുള്ള പരിചയമുള്ള ആളൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഏത് തൊഴിൽ ചെയ്താലും അത് രാഷ്ട്രീയപരമായിട്ട് എതിർക്കപ്പെടും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അഭ്യസ്തര വിദ്യരായ കുട്ടികളൊക്കെ ഇപ്പൊ എന്താ, നമ്മൾ നാട് കടത്തപ്പെട്ടു. പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഇടത്തരക്കാരായ യുവതലമുറ വെറും കുപ്പ പോലെ അത്തരം മനസ്സിലായില്ല. അതെ, അവര് പറയുന്നത് പൊല്യൂഷനാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്. ഞാനാണ് ചെയ്തിരിക്കുന്നത്. അതിന് പഞ്ചായത്തിന്റെ ഡോർ നമ്പർ മാത്രമേ തന്നിട്ട് വേറെ അനുമതി അവർക്ക് തരാൻ വകുപ്പില്ല. എന്ത് അനുമതി? നമ്മളൊരു സ്ഥാപനത്തിന് കെ ഷിഫ്റ്റ് എനിക്കുണ്ട്. അതില് 2021 തൊട്ടിട്ട് ആ കെ ഷിഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അതിന്റെ ടെക്നോളജി എന്തൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ തരം മാലിന്യമാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ട് അവരാണ് നമുക്ക് ഇത് പാറ്റേണബിൾ ആണെന്നും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ ചെയ്യാമെന്നും അവർ പറഞ്ഞു. അണ്ടർ കണ്ടീഷൻ ഞാൻ പറയുന്നില്ല. അപ്പൊ അതിൽ റിസർച്ചുകൾ നടക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഗവൺമെന്റിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിനുള്ള പേപ്പർ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് 2023 തൊട്ട് തന്നെ. പക്ഷെ ഗവൺമെന്റ് അതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റിലൊരു റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ പാലക്കാട് 2 സ്ഥാപനങ്ങളുണ്ട് ഇവിടേക്ക് മെറ്റീരിയൽ കൊണ്ടാൻ വേണ്ടിയിട്ട് അവിടെ കളക്ട് ചെയ്ത സാധനം. അപ്പോ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അതേമാതിരി 4-5 ഗുണ്ടകൾ വന്നിട്ട് എന്നെ ആക്രമിക്കും, 10-15,000 റുപ്യ എന്റെ ഇന്ന് തട്ടിപ്പറിക്കും, 500 റുപ്യ, 5,000 റുപ്യ, 50,000 റുപ്യ ആവശ്യപ്പെട്ടു. 10,000 റുപ്യ അപ്പൊ എന്റെ അടുത്ത് തട്ടിപ്പറിച്ചു. അത് പോലീസ് കേസൊക്കെ ആയതാ ഷൊർണൂർ. അതൊക്കെ ഇത് ഫ്രിഡ്ജ് പൊളിക്കുന്ന വേസ്റ്റ് ആണ്. ആ സാധനം ഒരു ദിവസം 14 തൊട്ട് 20 ടൺ വരെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റും അറിയാതെ കേരളത്തിൽ ഉടനീളം കത്തിക്കുന്നുണ്ട്. അത് കൃത്യമായി അതിന്റെ ഒരു പോർഷൻ 8,000 ബാഗ് എന്ന് പറയുന്നത് എന്റെ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കണത്. ഞാനത് കത്തിക്കാതെ വെച്ചിരിക്കണമെന്ന് കണക്ക് കൂട്ടി. തെർമോക്കോൾ അല്ല, പോളി റിജിഡ് ഫോമാണത്. PU റിജിഡ്, അതായത് പോളിയൂരിത്തൻ തന്നെയാണ് നമ്മുടെ പെയിന്റും വാർണിഷും ഒക്കെ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന കുഷ്യൻ അത് പോളി സോഫ്റ്റ് ഓപ്പൺ സെൽ കുഷ്യനാണ്. അത് പോളി സോഫ്റ്റ് ആണ്. ഇതേ മെറ്റീരിയൽ തന്നെ ഹാർഡൻ ചെയ്തെടുക്കാം. അതായത് ഓപ്പൺ സെല്ലും ചെയ്യാം, ക്ലോസ് സെല്ലും ചെയ്യാം. ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വരുന്ന മാലിന്യം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെല്ലാണ്, മൈക്രോ ക്ലോസ്ഡ് എയർ സെല്ലുകളാണ്. അതിനെന്താ വെച്ചാൽ നല്ല റിജിഡിറ്റിയാണ്. വെള്ളത്തിലിട്ടാൽ തന്നെ അതിന് സോക്കിംഗ് കപ്പാസിറ്റി പറഞ്ഞ 1% ആണ്. അതായത് 1 ലിറ്റർ വോളിയത്തിന്റെ ഒരു ഡിസ്പ്ലേസിംഗ് വോളിയം നമ്മൾ വെള്ളത്തിലിട്ടാൽ 1% അതിന്റെ സോക്കിംഗ് കപ്പാസിറ്റി. അത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഹൈ റെസിസ്റ്റൻസ് ഉള്ള, വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള സാധനമാണ്. അത് വെള്ളത്തിൽ വീണാൽ പൊല്യൂട്ടഡ് ആവില്ല. പൊല്യൂട്ടഡ് ആവും എങ്ങനെ? 2 വർഷം നമ്മൾ സബ്മർജ് ചെയ്ത് വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് ഓരോ സെല്ലും ഓപ്പൺ ആവുന്നു. ഞാൻ ഇതുകൊണ്ട് ഒരു ഫ്ലോട്ടിംഗ് റിസോർട്ടാണ് ഉദ്ദേശിക്കുന്നത്. 25 ഏക്കർ ഞാൻ ലീസിനെടുത്ത സ്ഥലം. ആ സ്ഥലത്ത് നമ്മൾ ഈ സാധനം കളക്ട് ചെയ്ത്, അത് 2021 നമ്മൾ പിന്നെ പാലക്കാടുള്ള കമ്പനികൾ ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു.
പഞ്ചായത്തിന്റെ അനുമതി ഇല്ല എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് നമ്പറിലേ തരാൻ കഴിയുള്ളൂ. നമ്പറിലുള്ള ബിൽഡിംഗ് കെട്ടി നമുക്ക് ബിൽഡിംഗ് പെർമിറ്റും തന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ ഗവൺമെന്റ് ഇതുവരെ അഡ്രസ് ചെയ്യാത്ത ഒരു സംഭവം, ഒരു വേസ്റ്റ്, അതായത് വേസ്റ്റ് മെന്റ് റെക്കോർഡിൽ എവിടെയും ഇതുവരെ സംസ്കരിക്കാത്ത ഒരു സാധനം ഒരാളെടുത്ത് കത്തിക്കുന്നു. ഞാനത് പറയുകയാണ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇത് സാധനം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാം. ഞാൻ അവരുടെ അടുത്ത് കളക്ട് ചെയ്ത സാധനമാണിത്. ഇത് അന്ന് തൊട്ടേ നമ്മൾ ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഇങ്ങനെ കത്തിച്ച് കളയാണ്. ദിവസവും കത്തിക്കുന്നുണ്ട് ഇത്രയും ഓളിയം. അതിന്റെ ഓളിയത്തിന്റെ നിങ്ങൾക്ക് അത് കണ്ട് അതിന്റെ ഒരു സൈസ് കാണണമെങ്കിൽ നിങ്ങൾ ആ സൈറ്റ് പോയി കാണണം. അത്രയും ഓളിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബാഗ് എന്ന് പറയുന്നത് 3 അടി വട്ടവും 4 അടി വട്ടം ഉണ്ടാവും, 10 അടി നീളം ഉണ്ടാവും. ഒരു റൂമിലിന്റെ വലുപ്പം. 2500 റിറ്റൽ ഓടിയാണ് ഒരു ബാഗ്. അങ്ങനത്തെ 15 ബാഗാണ് ഒരു വണ്ടിയിൽ കൊള്ളുള്ളൂ, ഫുൾ ലോഡ്. അത് കൊണ്ടണമെങ്കിൽ പോലീസുകാർക്ക് കാശ് കൊടുക്കണം. അത്രയും ഹൈറ്റ് വരും, അത്രയും ലെങ്ത്തും വരും. അങ്ങനത്തെ 20 ടൺ, അതായത് ഒരു ടണ്ണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 600 കിലോനാണ്. അതായത് ഒരു ബാഗിന് 60 കിലോ, 750 കിലോനാണ് ഏകദേശം ഒരു വണ്ടി ലോഡിന് കിലോ വെയിറ്റ്. ഈ സാധനം കത്തിച്ചാലുണ്ടാവുന്ന പുകയ്ക്കെന്താ? ഇത് എല്ലാവരും കൊണ്ടേ കത്തിക്കുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങളുടെ നാട്ടിൽ ഈ സ്ക്രാപ്പ് ചെയ്യുന്നവർ ഇതെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അവരെന്താ പറയാ, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അവർ റെക്കോർഡിക്കലി എഴുതി തരിക. അതിന് കാരണങ്ങൾ വേറെയുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കാം. അതായത് ഇതിന് ശരിക്ക് ശുചിത്വ മിഷനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എംപാനൽ ബോഡി വെച്ചിട്ടുണ്ട്. അതിന്റെ പാരഡോക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എംപാനൽ ബോഡിയിൽ റീസൈക്ലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ കുഷ്യൻ, നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്ന കുഷ്യൻ ഉണ്ടല്ലോ, സോഫ്റ്റ് PU ഫോമാണിത്. ആ സോഫ്റ്റ് PU ഫോം മാത്രമേ അവർ കളക്ട് ചെയ്യുള്ളൂ. അവരത് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ സ്പോഞ്ച് രണ്ടാമത് പശയൊക്കെ കൂട്ടി ഷീറ്റാക്കി കൊടുക്കണം. പോളി റിജിഡ് ഫോം ആരും എടുക്കണില്ല. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ശുചിത്വ മിഷൻ പറയണത് എന്താണ്, ഞങ്ങള് ഈ സാധനത്തിന് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആൾക്കാരെ വിളിക്കുന്നുണ്ട്, അവരാരും വരുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇവര് പറയണ എന്താ പറയുന്നത്, പൊല്യൂഷന്റെ കൂടെയല്ല, സൊല്യൂഷന്റെ കൂടെയാണ് നമ്മൾ വേണ്ടത്. ഇവർ മാൻഡേറ്ററി ആയിട്ട് എല്ലായിടത്തും ബോർഡ് ഇട്ടിരിക്കുന്നുണ്ട്. ഇത് ഇന്ന് ചോദിക്കാൻ തുടങ്ങിയതല്ല, 2023 റെക്കോർഡിക്കലി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാത് ഭരണകൂടത്തോട്. പഞ്ചായത്ത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല എനിക്ക്. ഞാനൊന്നും ഉന്നയിച്ചിട്ടില്ല. ഞാനതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഞാൻ സറണ്ടർ ആവുകയല്ലേ ചെയ്തിരിക്കുന്നത്. എനിക്കെന്താ ആവശ്യം, അതെ, ഒരു ഞാൻ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരട്ടെ, വിശദമായി പറഞ്ഞു തരാം. 2ാം വാർഡ് തൊട്ടിട്ട് ഈ 14ാം വാർഡ് വരെയാണ് നമ്മൾ ഈ 25 ഏക്കർ വെള്ളത്തിന് അതിർത്തിയില്ല. അവിടെ അങ്ങനെ കടല് വാരി കിടക്കുക. ഗൂഗിൾ എർത്തിൽ ഏകദേശം ഏരിയ തീരുമാനിച്ചാണ് നമ്മൾ അഗ്രിമെന്റ് എഴുതിയിട്ടുള്ളത്. ഗൂഗിൾ എർത്തിൽ കാരണം കടൽ വാരി കിടക്കുക, മണ്ണെടുത്ത കുഴികൾ. അപ്പൊ അതൊരു വ്യക്തിയുടെയാണ്. അപ്പൊ ഈ തരത്തെ റോഡ് തൊട്ടിട്ട് ആ തൊട്ടിലത്തെ റോഡ് വരെ ഇതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ പറമ്പിൽ കൂടെ വരുന്നത്, നമ്മുടെ ഈ പറമ്പിൽ കൂടെ വരുന്നത് അവര്. അപ്പൊ BJPക്കാരുടെ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ, കുറെ കാലമായിട്ട് അവർ പറയുന്നത്, ഞാൻ 5 വർഷം എടുത്തിട്ട് 5 വർഷമായി ഞാൻ അവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. അവിടെ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ ഷൊർണൂർ കിടക്കുന്ന ആൾ ഇവിടെ വന്ന്, കാരണം വെള്ളലോടത്തിൽ ഇത് ചെയ്യാൻ പറ്റൂ. പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട്, ഏമൂർ ദേവസ്ഥത്തിന് കൊടുത്തിട്ടുണ്ട്, കൊളാവിപ്പാലം വടകര കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പ്രോജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അനുമതി തരാനില്ല. ഞാൻ ഗവൺമെന്റിൽ ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരു വേസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടണം. എന്റെ ആവശ്യം എന്താ, ഒരു വേസ്റ്റ് എനിക്ക് കിട്ടുന്നതിന് റെക്കോർഡ് വേണം. ആ റെക്കോർഡ് തരാൻ ഇത് തരല്ല. ഞാൻ ഇപ്പൊ എത്ര ഇത് വെച്ചാലും പഞ്ചായത്ത് ഒരു ഡിസ്കാർഡിങ് ഏജന്റിനും ലൈസൻസ് കൊടുക്കണില്ല. അപ്പൊ എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടെച്ചാൽ അത് ഞാൻ ഉണ്ടാക്കിയതാണെന്നാണ് എന്റെ ആവശ്യം. ഈ സാധനം അംഗീകരിക്കണം ഗവൺമെന്റ്, അത്രയേ ഉള്ളൂ എന്റെ ആവശ്യം. ഇതുവരെ അവർ ഇത് ഉണ്ട് എന്ന് സമ്മതിക്കുന്നില്ല. അതാണ് എന്റെ ആവശ്യം. കഴിഞ്ഞില്ല.